ഗൈസ്, അപ്പോൾ അങ്ങനെ എലക്ഷൻ റിസൾട്ട് വന്നു. UDF തൂക്കി. ആൻഡ് എന്താ പറയുക, നമ്മളിവിടെ ഒരിക്കലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ പറ്റി പറയാനും സംസാരിക്കാനും അല്ല വന്നത്. നമുക്ക് വേണ്ടുന്നത് ചേഞ്ചസ് ആണ്. നമുക്ക് വേണ്ടുന്നത് ചേഞ്ചസും നമ്മുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലേക്കുള്ള ഇതൊക്കെ വരിക, അതൊക്കെയാണ് നമുക്ക് സത്യം പറഞ്ഞാൽ വേണ്ടത്. ഇനി തന്ന വാഗ്ദാനങ്ങൾ പാലിക്കുക എന്നുള്ളതാണ് റെസ്പോൺസിബിലിറ്റി. ഏതൊരു പൊളിറ്റിക്കൽ പാർട്ടി ആണെങ്കിലും എലക്ഷൻ സമയത്ത് നമുക്ക് തന്ന കുറച്ച് വാഗ്ദാനങ്ങളും കുറച്ച് കാര്യങ്ങളും ഉണ്ട്. അത് വെറും വാക്കായി പോവാതെ അത് കീപ്പ് ചെയ്യുമെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. അല്ലാതെ വേറെ നിങ്ങളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള പാർട്ടിക്ക് വോട്ട് ചെയ്ത പാർട്ടി തന്നെ ജയിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് നമുക്ക് വേണ്ടുന്നത് ഈ പറയണത് പോലത്തെ ആണ്. ആൻഡ് എന്താ പറയുക, വേറെ ഒരു കാര്യം കൂടെ പറയാം. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ എത്രയൊക്കെ ഇതാക്കിയിട്ട് പറഞ്ഞാലും ഒരു തോൽവി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരാളെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഇത്രയും നാൾ കഴിഞ്ഞ 10 വർഷം നമുക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്ത LDF സർക്കാരിനെ ആണെങ്കിലും നമുക്ക് തള്ളി പറയാനൊന്നും പറ്റത്തില്ല. സോ അവരും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിയായിട്ട് UDF സർക്കാരിനും നല്ല രീതിയിലത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് വിഷ് ചെയ്യുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ ഗൈസ്. നമുക്ക് കേരളം വിട്ടിട്ട് തമിഴ്നാട്ടിലോട്ട് പോവാം. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ ഗൈസ്. ഒരു സിനിമാ നടൻ, നോർമലി നമ്മുടെയൊക്കെ നാട്ടിൽ സിനിമാ നടന്മാർ ഇലക്ഷന് നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇലക്ഷന് നിന്ന് അവർ ഒരു സീറ്റൊക്കെ ജയിച്ച് പോകുന്നത് കണ്ടിട്ടുണ്ട്. ഈ സെയിം സൈഡിൽ നിങ്ങൾ തമിഴ്നാടൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു സിനിമാ നടൻ കരിയറിൻ്റെ പീക്ക് ടൈമിൽ നിൽക്കുന്ന സമയത്ത് അത് നിർത്തിയിട്ട് 2 വർഷം കൊണ്ട് ഫോം ചെയ്ത പാർട്ടി വർഷങ്ങളായിട്ട് റൂൾ ചെയ്തവരുടെ മോളിൽ ഡോമിനേറ്റ് ചെയ്ത് ജയിക്കുക എന്ന് പറയണത് ഒരു ചെറിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം പുള്ളിയെ സോഷ്യൽ മീഡിയ ഫുള്ള് എല്ലാവരും കളിയാക്കിയായിരുന്നു. കൊച്ചു പിള്ളേർക്ക് എവിടെറാ വോട്ട്, ഇവരൊക്കെ പോയി വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞ മീൻസ് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക് ഗൈസ്. എത്ര നാളായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ അടുത്തോട്ടാണ് പുള്ളി വന്ന് ആ ഒരു സാധനം, അത് റെവല്യൂഷണറി ചേഞ്ച് എന്ന് തന്നെ പറയാം. അമ്മാതിരി ഒരു സാധനമാണ് പുള്ളി കൊണ്ടുവന്നത് ആ പൊളിറ്റിക്സിൽ. തമിഴൻസ് മണ്ടന്മാർ ബ്രോ, ഞാൻ പറയട്ടെ, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ടാവും. ഒരു ചാൻസ് കൊടുത്താലല്ല നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇവരൊക്കെ എന്ത് ചെയ്യുമെന്ന്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഒരു ചാൻസ് കിട്ടിയിട്ട് പുള്ളി അത് മര്യാദയ്ക്ക് യൂട്ടിലൈസ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് കളിയാക്കാം. ചാൻസ് കൊടുത്തിട്ട് നമുക്ക് പുള്ളി സിനിമയിൽ കാണുന്ന വായ്ത്താളം മാത്രമേ ഉള്ളൂ എന്ന് പറയുവാണെങ്കിൽ നമുക്ക് പുള്ളിയെ കളിയാക്കാം. പക്ഷേ ഒരാൾക്ക് ആ ചാൻസ് പുള്ളി ഒറ്റയ്ക്ക് ക്രിയേറ്റ് ചെയ്തെടുത്തതാണ്. ബ്ലൈൻഡ് വോട്ടേഴ്സ് ഉണ്ടാവില്ല ഉറപ്പായിട്ടും. കാരണം ഇവിടെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ പറയാം കേസ്, ഇവിടെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഹായ് അണ്ണ, അണ്ണൻ്റെ ബിഗ് ഫാൻ ആണ്, അണ്ണൻ്റെ ലൈവ് കാണുമ്പോൾ പ്രത്യേക സന്തോഷമാണ്. എനിക്ക് നേരിട്ട് കാണണമെന്നുണ്ട്. ലവ് യു സോ മച്ച്. കണ്ണൻ ചെവിച്ച് ബ്രോ, താങ്ക് യു സോ മച്ച്. 100 റുപ്പീസ് ഒപ്പിച്ച ചേട്ടാ, ഞാൻ വരുന്നുണ്ട് ദേവട്ടെ കാണാം. എക്സ്പീസ് വാടാ അണ്ണ ഹായ് ബ്രോ, ഹായ് നിൽക്കും ബ്രോ. ഹൈപ്പർ ക്രൂസ് ബ്രോ, താങ്ക് യു സോ മച്ച് 100. അമൽ ഹുസൈൻ ബ്രോ, താങ്ക് യു സോ മച്ച് പട്ടി അണ്ണ ഉമ്മ. കേസ് ഇവിടെ വേറൊരു കാര്യം ഉണ്ട്. എന്താ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ പുള്ളി പൊളിറ്റിക്സിലേക്ക് വന്നതേ ഉള്ളൂ, ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും ഇതായിട്ടില്ല. ബട്ട് സ്റ്റിൽ പുള്ളിക്ക് ഹെയ്റ്റ് വരുന്നത് പുള്ളിയുടെ സിനിമയുടെ ഹേറ്റേഴ്സാണ്. പുള്ളിയുടെ സിനിമയുടെ ഹേറ്റർ അല്ലെങ്കിൽ പുള്ളിയുടെ ഫിലിമിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന സ്റ്റാർസിൻ്റെ ഫാൻസാണ്. കാരണം പുള്ളിക്ക് ഹേറ്റ് പറയാൻ വേണ്ടിയിട്ട് പുള്ളി ഒന്നും ചെയ്തു പോലും തുടങ്ങിയില്ല. മനസ്സിലായ? ലെറ്റ് ഹിം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പുള്ളി എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് പോകണമെന്ന് നോക്കിയിട്ട് നമുക്ക് ഹേറ്റ് പറഞ്ഞാൽ പോരെ. അതാണ് ഏറ്റവും നല്ലത്. സത്യം പറഞ്ഞാൽ ആലോചിക്കുകയാണെങ്കിൽ അങ്ങനെ പറയാം. വേറൊരു കാര്യം ചെയ്തതെന്ന് പറഞ്ഞ് ഇപ്പോൾ ഗെയിം കളിക്കുന്നു, ഗെയിമിലെ ഹേറ്റ് നമ്മൾ വെളിയിലോട്ട് കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ടീമിനെ നമ്മൾ എടുത്തിട്ട് അടിച്ചതിൻ്റെയോ അങ്ങനത്തെ വല്ല ഫ്രസ്ട്രേഷനും ആയിരിക്കാം. വിജയ് CM ആവോ? എത്ര 116 സീറ്റ് എന്തോ വേണ്ടേ? അത്രയും കിട്ടിയില്ലല്ലോ. അലയൻസ് ഇല്ലാതെ ആവാൻ പറ്റും, എനിക്ക് അറിഞ്ഞുകൂടാ അതിനെപ്പറ്റി. അതുകൊണ്ട് ഞാൻ വലുതായിട്ടൊന്നും പറയണില്ല. സോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഇപ്പം ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് വേറെ ഏതെങ്കിലും ഒരു പാർട്ടിയും കൂടെ മിക്സ് ആയിട്ട് പോകാൻ പറ്റും. അതാ ഞാൻ ചോദിച്ചാൽ, അലയൻസ് ഇല്ലാതെ പറ്റൂലല്ലോ. അലയൻസ് ഇല്ലാതെ പറ്റത്തില്ല. അലയൻസ് ഇല്ലാതെ എങ്ങനെ? അതാ ഞാൻ ചോദിച്ചാൽ, അലയൻസ് വേണ്ടേ? ഇപ്പം ഞാൻ എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ DMK ADMKയും കൂടെ ഒരുമിച്ച് ചേർന്ന 124 സീറ്റിന് മുകളിലായില്ലേ? അപ്പൊ പിന്നെ അവർക്കല്ലേ ഇതാ വരുന്നത്. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. നീ വിജയ്ക്കാണോ വോട്ട് ചെയ്തേ? പിന്നെ അല്ലാണ്ട്. പക്ഷേ ഈ വട്ടം UDF ഇവിടെ ജയിക്കാത്തോണ്ട് ഈ തൂക്കി ചുവന്ന കരകളോടെ ചേരുന്നത് വിജയ്ക്കാട്ടാ. ഈ വട്ടം തൂക്കി ചുവന്ന കരകളോടെ ആക്കിയിട്ട് വിജയുടെ വിതരണം വരുവേ.
ഞാൻ രാവിലെ ഒരു 25 സീറ്റ് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ന്യൂസ് നോക്കിയപ്പോൾ 90 കാണിക്കുന്നത്. ഞാൻ ഉറങ്ങിപ്പോയി എണ്ണീറ്റപ്പോ എല്ലാം ഇവിടെ ചാറ്റൊക്കെ കത്തണ് നോക്കിയപ്പോ. ബ്രോ താങ്ക് യു സോ മച്ച് 40 റുപ്പീസ് സൂപ്പർ ചാറ്റ്. വെൽക്കം ടു സ്ട്രീം. ഞാൻ വണ്ടി വേറെ കൊടുക്കുവാണ്, അല്ലെങ്കിൽ ഇവിടെ അടിനാശം വെള്ളപ്പൊക്കവും അതും ഇതുമൊക്കെ ആവുന്ന. പിടിച്ചോ. ആ പോട്ടെ. വലത്തോട് തിരിയടാ. ഇല്ല 109 തന്നെ. ഏത് ചാനലാണ്? ഇടത്തോട് തിരി. പോട്ടെ. ഈ സൈഡ് പിടി, ഇങ്ങോട്ട് പിടി. ഈ സൈഡ് പിടി. പിടി. പോട്ടെ. ഇടത്ത് തിരിയട്ടെ. സ്റ്റിയറിംഗ് വിടല്ലേ, വണ്ടി കൺട്രോൾ പോവില്ലേ. കെമിസ്ട്രി ആൻഡ് ഫിസിക്സ് പോലെ എന്താ സ്കൈഡോസ് ബയോളജിയിൽ മിടുക്കനല്ലേ. അവന്റെ സെക്കൻഡ് അക്കൗണ്ട് ആണ്. ടിവിക്ക് നോക്കി റിസാൻ ബ്രോ താങ്ക് യു സോ മച്ച് 40. എടാ വണ്ടിയിൽ ലോഡ് അടിക്കടാ. നീ നേരെ നോക്കിയല്ലടാ വണ്ടി ഓടിക്കണ്ടേ. വെല്ലോടെ നോക്കിയാണോ വണ്ടി ഓടിക്കുന്നേ? ഇവിടെ ഹോൺ അടിച്ചേ. അതല്ലല്ലോ, ഇതല്ലേ ഹോണ്. ഇത് ഹോണടി. ഹോണടി. ഞാൻ മാറി ഇട്ടുതരാം കൈസ്, ഇടക്കൊക്കെ മാറ്റിത്തരാം. പക്ഷെ ഇത് കണ്ടോ കൈസ്, ഇതിന്റെ സ്റ്റിയറിംഗ് റെസ്പോൺസ് കണ്ടോ? റിസ്വാൻ ബ്രോ താങ്ക് യു സോ മച്ച് 1000 ബ്രോ. 2,500 ഉണ്ടാവോ ചേഞ്ച്? എടാ സ്കൈഡാക്സ് 2,500 അയച്ചു കൊടുത്തടാ. കൊടുത്തരെ. ആർക്കെങ്കിലും ചേഞ്ച് വേണമെങ്കിൽ ഇങ്ങനെ അയച്ചാൽ മതി കേട്ടാ. ആർക്കെങ്കിലും ചേഞ്ച് പുതിയ സാധനം അൺലോക്ക് ആയ ചേഞ്ച്. ഇത് ചേഞ്ച് വെച്ചായിരിക്കും. ഇത് കണ്ണാപ്പി ഒന്നും ദൈവം അറിയിക്കല്ലേ. കണ്ണാപ്പി ഒന്നും ഒരിക്കലും അറിയിക്കില്ല കേട്ടോ ചേഞ്ചിന്റെ കാര്യം. താങ്ക് യു സോ മച്ച് മെമ്പർഷിപ്പ് ബ്രോ. കാര്യം പറയാം. എടാ നീ അവിടെ കാണുന്ന പോലെ നമ്മൾ വലുതായിട്ട് കാണുന്നു. അണ്ണാ മെച്ചിരാന്റെ തേടെ ഇവിടെ കിട്ടുമെന്ന്. എടാ കിച്ചു റീബോണേ, ഞാൻ നിന്നോടൊരു കാര്യം പറയാം. ടി വിക്ക് വേണ്ടി എനിക്കും വേണ്ടി വേറെ ചാറ്റിൽ പോയിരുന്ന് സംസാരിച്ച് സമയം കളഞ്ഞ നിനക്ക് പോയി, എനിക്കല്ല. ഞാൻ നിന്റെ അടുത്ത് പറയാം, നിന്റെ കമന്റ് ഞാൻ പലയിടത്തും കാണുന്നുണ്ട്. നീ അത്രയും പെട്ടെന്ന് ആ തൈലം മേടിച്ച് കുടിച്ച് നിനക്ക് കുറച്ച് മെച്യൂരിറ്റി വരുത്തണം. മനസ്സിലായ? ഈകളെ ഒരു ബ്ലാക്ക് കോഫി വിത്തൗട്ട് പിന്നെ ഒരു പബ്സ്. ഇത് ഹോട്ടലായ ചേഞ്ച് ഇല്ലെന്ന് വരാൻ ഞാൻ പിന്നെ ഹോട്ടല് എല്ലാം ഓർഡർ ചെയ്യണമല്ലോ ഇവിടെ തന്നെ. ഈകളെ എന്റെ മാരേജ് ആണ്, വരുമോ? ഇൻവിറ്റേഷൻ DM ചെയ്യട്ടെ. ഒരു സ്ലീപ്പർ സെൽ ഫാനാണ് ഞാൻ. ടിപ്പിക്കൽ മല്ലു ബ്രോ, ഞാൻ പറഞ്ഞല്ലോ ജീവിതത്തിൽ സന്തോഷം മാത്രം പോരാ, ഇത് സങ്കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായാലേ ഉള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉള്ളൂ. ഓൾ ദ വെരി ബെസ്റ്റ്. കല്യാണം നന്നായിട്ട് നടക്കട്ടെ, അടിപൊളിയായിട്ട് നടക്കട്ടെ. ഉറപ്പായിട്ട് എനിക്ക് DM ചെയ്യാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ട് വരാം. അടാ സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഗെയിമർ ലെജൻഡ് ബ്രോ സുഖമാണ് ബ്രോ. ടിവിക്ക് ഇൻവൈറ്റ് കോൺഗ്രസ് ഫോർ അലയൻസ് ഇൻ തമിഴ്നാട്. ആണോ? പറയുന്നുണ്ട്. ആണോ? അരുൺ ബ്രോ താങ്ക് യു സോ മച്ച്.